ഓ, ഇതെന്തൊരു ചൂടാ അല്ലേ കണ്ണാ? അതെ അതെ, എന്തോരം വിളക്കായി കത്തിച്ച് വെച്ചേക്കണേ ശ്രീലകത്ത്. ചൂടെടുക്കില്ലേ പിന്നെ. അച്ഛൻ തിരുമേനി നട അടച്ചിട്ട് പോയി കിടന്നൊന്ന് വിശ്രമിച്ചോളൂ, ക്ഷീണമൊക്കെ മാറട്ടെ. അല്ല, അപ്പോൾ ഉണ്ണിക്ക് വിശ്രമം വേണ്ടേ? ഏയ് അതല്ല, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. കൂട്ടുകാരൊന്നിച്ച് തിരുമേനി വിശ്രമിച്ചോളൂ, കണ്ണൻ പോയിട്ട് വേഗം വരാട്ടോ. ശരി, വൈകാതെ ഇങ്ങ് എത്തിയേക്കണേ കണ്ണാ. വൈകാതെ ഞാൻ എത്തിക്കോളാം. അമ്പലത്തിലെ ചുറ്റുമതിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അതാ അവിടെ കണ്ണൻ്റെ കൂട്ടുകാർ കാത്തു നിൽക്കണു. വേഗം വരൂ കണ്ണാ എന്ന് പറഞ്ഞു വിളിച്ചു. എല്ലാവരും കൂടി യാത്ര തിരിച്ചു. എങ്ങോട്ടാന്നല്ലേ? വേറെ എവിടേക്കാ? കണ്ണൻ്റെ സ്വന്തം ആനക്കോട്ടയിലേക്ക്. എത്ര ദിവസമായി അവിടെ ആ ആനമുത്തശ്ശനെയും ബാക്കി കുറുമ്പന്മാരെയും ഒക്കെ കണ്ടിട്ട്. ശീവേലിക്ക് വരുമ്പോൾ അവരുടെ പുറത്ത് കയറിയിരുന്ന് അമ്പലത്തിന് പ്രദക്ഷിണം വെക്കാം എന്നല്ലേ പറ്റൂ, കളിക്കാൻ പറ്റില്ലല്ലോ. അതാ ഇന്ന് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ച്. കണ്ണൻ ആനക്കോട്ടയിലേക്ക് കാലെടുത്ത് വെച്ചതും ആ സ്ഥലം മുഴുവൻ ഒരു കുളിർ കാറ്റേറ്റ പോലെ. ആനമുത്തശ്ശൻ പയ്യെ എണീറ്റു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അതാ അവിടെ കണ്ണനും കൂട്ടുകാരും നിൽക്കണു. തുമ്പിക്കൈ ഉയർത്തി കാട്ടി ഓടി വാ കണ്ണ എന്ന് വിളിക്കണ പോലെ കണ്ണൻ ഓടി ചെന്ന് ആനമുത്തശ്ശൻ്റെ തുമ്പിക്കൈ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തലോടി. കുറുമ്പൻ ആനകളൊക്കെ മിടുക്കരായി വരി വരിയായി നടന്നെടുത്തു. കണ്ണനും കൂട്ടുകാരും ആ കാഴ്ച കണ്ട് രസിച്ചു. എത്ര വലിയ വലിയ കൊല കൊമ്പന്മാരാ! എല്ലാം കണ്ണൻ്റെ ഒരു തലോടലിന് വേണ്ടി കാത്തു നിൽക്കണു. കണ്ണനും കൂട്ടുകാരും കുറേ പഴക്കൊലയും ശർക്കരയും ഒക്കെ ആയിട്ടാണ് ചെന്നേ. ആർക്കും കുറയാത്ത വിധത്തിൽ അതൊക്കെ പങ്കുവച്ചു. അല്പം കുളിക്കാൻ മടിയുള്ള ആനകളും കുളിക്കുന്നിടത്തുനിന്ന് മാറാത്ത കുഞ്ഞാനകളും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആനകളെ ഇക്കിളി കൂട്ടുന്ന കുറുമ്പൻ ആനകളും ഒക്കെ കണ്ട് അവരുടെ പുറത്ത് കയറി ചാടി മറിഞ്ഞ് തുമ്പിക്കൈമേൽ ഊഞ്ഞാലാടിയും കളിച്ച് രസിച്ചു. സമയം വൈകണു, അച്ഛൻ തിരുമേനി അന്വേഷിക്കും എന്ന് കണ്ണനോട് നന്ദൂട്ടൻ ഓർമ്മിപ്പിച്ചു. ആനമുത്തശ്ശൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നെഞ്ചത്ത് മുട്ടി ചേർന്ന് നിന്നു. എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് യാത്ര ചോദിച്ചു. ആനമുത്തശ്ശൻ്റെ കണ്ണിലും ഒരു തുള്ളി കണ്ണീര് പ്രകാശിച്ചു. ഇനി എന്നാ കണ്ണ ഒന്ന് കാണുക? കണ്ണൻ അവിടുന്ന് യാത്ര തിരിച്ചു. ആനക്കോട്ടയുടെ വാതിക്കെ എത്തി. അപ്പോഴൊരു തണുത്ത കാറ്റ്, തുളസിയുടെ മണം നിറഞ്ഞ ഒരു കാറ്റ്. ആനക്കോട്ട മുഴുവനും ആ വാസനയിൽ അലിഞ്ഞു. മാധവ എന്നാരോ വിളിക്കണ പോലെ കണ്ണന് തോന്നി. കണ്ണൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കണ്ണടച്ചു. പതുക്കെ വിളിച്ചു, കേശവാ, അത് നീയല്ലേ?